കേരളത്തിൽ ഭരണവിരുദ്ധ തരംഗം. ചരിത്രത്തിലാദ്യമായി 13 മന്ത്രിമാർക്ക് തോൽവി. തിരുവനന്തപുരം. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രാഷ്ട്രീയ അട്ടിമറിക്കാണ് ഇത്തവണ സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. തുടർച്ചയായ 10 വർഷത്തെ ഭരണത്തിന് ശേഷം ജനവിധി തേടിയ രണ്ടാം പിണറായി സർക്കാരിലെ 13 മന്ത്രിമാർ പരാജയപ്പെട്ടത് LDFന് കനത്ത തിരിച്ചടിയായി. ഒരു മന്ത്രിസഭയിലെ ഇത്രയധികം അംഗങ്ങൾ ഒരുമിച്ച് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ്. മത്സരരംഗത്തുണ്ടായിരുന്ന 20 മന്ത്രിമാരിൽ 13 പേരും പരാജയപ്പെട്ടു. വൻ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ വിജയിച്ച പ്രമുഖരെല്ലാം ഇത്തവണ നിലംപൊത്തി. ആരോഗ്യമന്ത്രി വീണ ജോർജ് ആറന്മുള, വ്യവസായ മന്ത്രി P രാജീവ് കളമശ്ശേരി, പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നേമം, തദ്ദേശ സ്വയംഭരണ മന്ത്രി MV രാജേഷ് തൃത്താല എന്നിവരുടെ പരാജയം രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചു. പത്തനാപുരത്ത് 20 വർഷത്തിലേറെയായി ആധിപത്യം പുലർത്തിയിരുന്ന KB ഗണേഷ് കുമാറിന്റെ തോൽവിയും എടുത്തു പറയേണ്ടതാണ്. വനം മന്ത്രി AK ശശീന്ദ്രൻ, ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ, ദേവസ്വം മന്ത്രി VN വാസവൻ എന്നിവരും പരാജയപ്പെട്ടവരുടെ പട്ടികയിലുണ്ട്. പിണറായിയുടെ ഭൂരിപക്ഷം ഇടിഞ്ഞു. മന്ത്രിമാർ കൂട്ടത്തോടെ തോറ്റപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് വിജയം നിലനിർത്തിയെങ്കിലും ഭൂരിപക്ഷത്തിൽ വൻ ഇടിവുണ്ടായി. കഴിഞ്ഞ തവണ 50,000 കടന്ന ഭൂരിപക്ഷം ഇത്തവണ 20,000-ന് താഴേക്ക് ചുരുങ്ങി. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടങ്ങളിൽ മുഖ്യമന്ത്രി പിന്നിലായത് ഭരണവിരുദ്ധ വികാരം എത്രത്തോളം ശക്തമായിരുന്നു എന്നതിന്റെ സൂചനയായി. 2011-ൽ VS അച്യുതാനന്ദൻ സർക്കാരിലെ 7 മന്ത്രിമാർ തോറ്റതായിരുന്നു ഇതിനു മുമ്പത്തെ വലിയ പരാജയം. 2016-ൽ ഉമ്മൻചാണ്ടി സർക്കാരിലെ 4 മന്ത്രിമാരും പരാജയപ്പെട്ടിരുന്നു. ഈ കണക്കുകളെയെല്ലാം നിഷ്പ്രഭമാക്കുന്നതാണ് ഇത്തവണത്തെ ജനവിധി. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകൾ നേടി UDF അധികാരം പിടിച്ചടക്കിയപ്പോൾ LDF 35 സീറ്റുകളിലേക്ക് ഒതുങ്ങി. ശക്തമായ ഭരണവിരുദ്ധ തരംഗമാണ് ഈ പരാജയത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക വിലയിരുത്തലുകൾ. റിപ്പോർട്ടർ റഷീദ് തോഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ. Follow us for more videos.